യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ മക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് യേശു തന്നെ നമ്മളോട് പറയുന്ന വചനഭാഗമാണിത്. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്ന പ്രത്യുത പിതാവായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരൊക്കെയാണോ അവരൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. പിതാവായ ദൈവം മോശ വഴി 10 കൽപ്പനകൾ നൽകിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പാലിക്കുക. ഇത് പാലിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. തെറ്റുകൾ ചെയ്യാതെ പിതാവിനോടൊപ്പം, സ്വർഗസ്ഥനായ പിതാവിനോടൊപ്പം ആരെല്ലാം നടക്കുന്നു, ആ പിതാവിൻ്റെ സന്നിധി വിടാതെ ആരെല്ലാം പിതാവിനോടൊപ്പം ജീവിക്കുന്നുവോ അവരെല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടിരിക്കുക. അന്വേഷിച്ച് നടന്നാൽ പോരാ, കർത്താവേ, കർത്താവേ എന്ന് വിളിച്ച് നടന്നാൽ പോരാ. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒപ്പം ജീവിക്കണം. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറ്റണം. ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാം. നമ്മൾ ഓരോരുത്തരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണോ? നമ്മുടെ ജീവിതാവസ്ഥകൾ എന്താണ്? ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മൾക്ക് ഇന്നു മുതൽ ശ്രമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിൽ, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരെയെല്ലാം ദൈവത്തിൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മാറി സമാധാനം നിറയുവാൻ, രാഷ്ട്രത്തലവന്മാർ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രക്ഷകനും നാഥനും
ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.